16 ലക്ഷത്തിന്റെ PR ചെയ്തു അതും പറഞ്ഞിട്ട് കോർണർ ചെയ്യുന്ന പോലെയൊക്കെ നമ്മളല്ലല്ലോ പറഞ്ഞത്, അവിടെ അനുമോള് തന്നെയല്ലേ അത് പറഞ്ഞത്. അല്ല, എല്ലാവരും റീഎൻട്രി നടത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എന്തറിയോ, എൻ്റെ ഒരു പൊസിഷൻ, ഞാൻ നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്നെങ്കിൽ, ഞാൻ നല്ല രീതിയിൽ കളിച്ചു, എന്നെക്കാളും കളി മോശമായിട്ട് കളിച്ച ആൾക്കാർ PR ചെയ്ത് അവിടെ എന്നെക്കാൾ കൂടുതൽ നിന്നതിൻ്റെ ഒരു ദേഷ്യവും സങ്കടവും നമുക്കുണ്ടാവും. സ്വാഭാവികമായിട്ട് ആൾക്കാർക്കുണ്ടത്. കാരണം നന്നായിട്ട് കളിച്ച ഒരാൾ അവിടെ PR-ന്റെ ബലത്തിൽ അയാൾ കളിക്കുന്നുണ്ടെങ്കിലും അയാൾ കളി ബെറ്റർ ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ സീസൺ ജിൻഡോണ് ജയിച്ചത് അതേ പ്രഷറാണ് പനിമോൾക്ക് വന്നിട്ടുള്ളത്. PR-ന്റെ പേരിൽ ജയിച്ച ടാഗാണ് നിങ്ങളൊക്കെ എല്ലാവരും കൂടി ചാർത്തി കൊടുത്തിട്ടുള്ളത്. റീഎൻട്രിക്ക് ശേഷം നിങ്ങൾ തന്നെയാണ് അങ്ങനെ പറഞ്ഞത്, ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. PR ഇല്ലെങ്കിൽ ജയിക്കോ, അല്ലെങ്കിൽ PR ആണോ ജയിക്കാതെ ജനങ്ങളാണോ ജയിക്കാതെ. തീർച്ചയായിട്ടും നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും. നമുക്കല്ല, നിങ്ങൾ തന്നെ മീഡിയ തന്നെ ഞങ്ങളല്ല മീഡിയക്കാർ തന്നെ പറയുന്നുള്ളൂ PR ജയിച്ചു ജനങ്ങൾ തോറ്റു എന്ന രീതിയിൽ പറയുന്നുണ്ട്. എത്രയോ മാധ്യമങ്ങളെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. സോ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാം. നമുക്ക് ജനങ്ങളുടെ വികാരങ്ങൾ പല മാറി മറിയുന്ന കാലമാണല്ലോ ഇത്, നമുക്കതിനൊന്നും പറയാനില്ല. അനീഷിന് PR ഉള്ളതായിട്ട് തോന്നുന്നു. കാരണം 5 വർഷം പഠിച്ച് ഇതിലേക്ക് വന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തായാലും അനീഷിന് PR ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ പറയുന്നു. എനിക്കറിയില്ല അനീഷിൻ്റെ ഗെയിം. കാരണം അനീഷിന് ഇപ്പോഴും അനീഷിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ആദ്യത്തെ ഒറ്റ കാര്യം എനിക്കറിയായിരുന്നു, അത് ആദ്യം കണ്ടടച്ച് കിടക്കണമെന്ന് ഞാൻ കണ്ടു. അത് അനീഷല്ല. ബിക്കോസ് അയാൾ റൈറ്ററാണ്, അയാൾ റീഡറാണ്. അയാൾക്ക് ഒരിക്കലും അങ്ങനൊന്നും കാണിക്കാൻ പറ്റും. അതൊരു ആക്ടിംഗ് ആണെന്ന് എനിക്ക് നേരത്തെ തൊട്ട് തോന്നിയിരുന്നു. ഇപ്പോൾ പോകെ പുള്ളിയെ ബിഗ് ബോസ് കശക്കി ഇങ്ങനെ ഇതാക്കി റെഡിയാക്കി തേച്ചൊരച്ചെടുത്തിട്ടുണ്ട്.